ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാനിന്ന് വന്നതേ നമ്മളെ ന്യൂ ജനറേഷൻ പിള്ളേർക്കും അവരുടെ പേരൻസിനൊക്കെ ഉപകാരപ്പെടുന്ന വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. പ്രത്യേകിച്ച് +1 +2 ഒക്കെ കഴിഞ്ഞ് കാണ്ട് അല്ലെങ്കിൽ 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കാണ്ട് നിൽക്കണ ഏതെങ്കിലും ഒരു വിസ കിട്ടിയിട്ട് കയറണം എന്ന് വിചാരിച്ചിരിക്കണ വീട്ടുകാർക്കും അവരുടെ കുട്ടികൾക്കൊക്കെയാണ്. അതേപോലെ ഞാൻ 2015 സൗദിക്ക് വരുന്നത്. ആ സമയത്തൊക്കെ 10ാം ക്ലാസ് അല്ലെങ്കിൽ +1 ഒക്കെ കഴിഞ്ഞ് +2 ഒക്കെ കഴിഞ്ഞാൽ ചിന്തയിൽ എന്താണ്, എങ്ങനെയും പാസ്പോർട്ട് എടുക്കണം. പാസ്പോർട്ട് എടുത്തിട്ട് ഏതെങ്കിലും ഒരു വിസ പിന്നെ എവിടുന്നെങ്കിലും ഒപ്പിക്കണം, നേരെ കയറണം, പൈസ ഉണ്ടാക്കണം, ഒരു 4-5 കൊല്ലം നിന്ന് കാണുന്ന പൈസ ഉണ്ടാക്കി നാട്ടിൽ പോകണം. അതാണ് ചിന്താഗതി. നമുക്ക് കിട്ടുന്ന വിസ ഒന്നെങ്കിൽ ബഗാല സൂപ്പർ മാർക്കറ്റിലെ വിസയിക്കാരും, അല്ലെങ്കിൽ ബോഫിയ കോഫി ഷോപ്പ് പിന്നെ സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കണം, അങ്ങനത്തെ ബോഫിയയിൽ നിൽക്കുന്ന വിസയിക്കാരും, അല്ലെങ്കിൽ ഇതേപോലെ ഹോസ്റ്റർ വിസയിക്കാരും, അങ്ങനത്തെ വിസയിക്കാരെ നമുക്ക് കിട്ടുക. അതൊക്കെയാണ് ചിലവ് കുറഞ്ഞ വിസകൾ, ഇപ്പോഴും അന്നും അവൈലബിൾ ആയിട്ടുള്ള വിസകൾ. അപ്പോൾ അങ്ങനത്തെ വിസയിൽ വന്നുകാണ് നമ്മളെന്ന് വിചാരിക്കും ഒരു 2 വർഷം നിന്നിട്ട് 2 വർഷം കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ജോലിക്ക് കയറാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിലേക്ക് കയറാം എന്നൊക്കെ വിചാരിച്ച് കണ്ടൊക്കെ പോരാ. പക്ഷേ അത് 99% അതിൽ ആളുകൾ പരാജയപ്പെടുകയാണ് ചെയ്യണത്. ആ വന്ന വിസയിൽ ആ വന്ന ജോലിയിൽ കാലം കഴിച്ചു വിട്ടു. പ്രത്യേകിച്ച് ഈ ബഗാലിയിലും ബോഫിയിലൊക്കെ കയറിയാൽ 6 to 6 പണി ടൈം ആണെങ്കിൽ ആ പണി ടൈം കഴിഞ്ഞാൽ റൂം പോയി ഉറങ്ങുക, അത് കഴിഞ്ഞ് രാവിലെ വീണ്ടും പണിക്കിറങ്ങുക. അങ്ങനെ ആ ഒരു ഇതിൽ ഇങ്ങനെ പിന്നെ നമുക്കൊരു ഒഴിവ് കിട്ടപ്പോഴാണ് നാട്ടിൽ പോകണം. 2 വർഷം കഴിഞ്ഞ് നാട്ടിൽ പോകുന്ന സമയത്താണ് നമുക്ക് ഒഴിവ് കിട്ടുള്ളൂ. അതിൻ്റെ ഇടയിൽ നമുക്ക് വേറൊരു പണി അന്വേഷിക്കാൻ ഒരു ടൈമും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊന്നും നടക്കൂല. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ 2 മാസത്തിന് അല്ലെങ്കിൽ 3 മാസത്തിന് നാട്ടിൽ പോകും, ലീവിന് പോകും, തിരിച്ച് വീണ്ടും ആ പണിക്ക് തന്നെ വരും. അങ്ങനെ കാലാവസാനം ആ ബോഫിയിലോ അല്ലെങ്കിൽ ആ സൂപ്പർ മാർക്കറ്റിലോ കഴിയും. നേരെ മറിച്ച് ഹൗസ് ടൂർ പണിയാണെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് ഒരു ഫ്രീഡം ഉണ്ടാവും. കാരണം പുറത്തൊക്കെ പോകുമ്പോൾ വേറെ എന്തെങ്കിലും ആൾക്കാരെ കാണുമ്പോൾ വേറെ എന്തെങ്കിലും ജോബ് അന്വേഷിക്കാനും ഇതിനൊക്കെ കിട്ടും. എന്നാലും എന്താവും, ഒരുവിധം 90% ഹൗസ് ടൂർമാരെ ഞാൻ കണ്ടിരിക്കുന്നത് 10 കൊല്ലം 20 കൊല്ലം 30 കൊല്ലം 40 കൊല്ലമൊക്കെ നിന്ന് ഹൗസ് ടൂർ ജോലി ചെയ്യണ പോലെ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, ഈ ന്യൂ ജനറേഷൻ പിള്ളേരോടാണ്, അവരുടെ മാതാപിതാക്കളോടാണ്. നിങ്ങൾ +1 +2 ഒക്കെ കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും കോഴ്സ്, മാക്സിമം വേറെ എന്തെങ്കിലും കോഴ്സിൽ ചേർന്ന് കണ്ട് പഠിക്കാൻ നോക്കുക. കാരണം അന്നത്തെ മാതിരിയല്ല ഇന്നത്തെ സാഹചര്യങ്ങൾ. ഇന്ന് പൈസയും കാര്യങ്ങളും ഇല്ലാഞ്ഞിട്ട് ദാരിദ്ര്യം കാര്യങ്ങളും ഇതൊക്കെ ആയിട്ടാണ് കയറുന്നത്. ഇന്നും ആ കാര്യങ്ങളൊക്കെ നാട്ടിലുണ്ട്, അതിനൊന്നും കുറവില്ല. പക്ഷേ അന്നത്തെ കാലത്തൊരു കോഴ്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ അത് അന്വേഷിക്കലും അതിനെക്കുറിച്ച് അറിവും കാര്യങ്ങളൊക്കെ മാതാപിതാക്കൾക്കാണെങ്കിലും +1 +2 കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾക്കാണെങ്കിലും ഒക്കെ പിന്നെ അതിനെക്കുറിച്ച് അറിവ് കുറവാണ്. ഏത് കോഴ്സ് എടുക്കണം, എന്ത് കോഴ്സ് എടുക്കണം എന്ന്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഓൺലൈൻ കോഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. നമുക്ക് തോന്നുമ്പോൾ പഠിച്ചാൽ മതി, നമ്മൾ തോന്നുമ്പോൾ നമ്മുടെ സമയത്തിനനുസരിച്ച് പഠിച്ചാൽ മതി. സൗകര്യങ്ങളോട് കൂടി പഠിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഈ +1 +2 ഒക്കെ കഴിഞ്ഞിട്ട് ഏതെങ്കിലും വിസക്ക് നിങ്ങൾ മക്കളെ കയറ്റി വിടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ കയറി പോരുന്നതിനെക്കാട്ടി നല്ലത് ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷം ഏതെങ്കിലും ഒരു കോഴ്സിന് ചേർന്നിട്ട് ഒരു കഴുത്തൊഴിൽ പഠിച്ചു കൊണ്ട് അതിന് കയറി വരിക, അല്ലെങ്കിൽ അത് നാട്ടിൽ ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, പിന്നെ ഒരു ഫ്രീ വിസക്ക് വന്നിക്കാണ്ട് ആ ജോബ് കണ്ടുപിടിച്ച് കണ്ട് അത് ചെയ്യുക. അതാണ് ഏറ്റവും നല്ലത്. കാരണം ഇന്നാണെങ്കിലും അന്നാണെങ്കിലും അവൈലബിലിറ്റി കൂടുതലായിട്ടുള്ള ഈ ഹൗസ് ടൂർ വിസ, അല്ലെങ്കിൽ പിന്നെ സൂപ്പർ മാർക്കറ്റ് വിസ, ബോഫിയ വിസ, ഇതിലൊക്കെ കയറി വന്നിട്ടുണ്ടെങ്കിൽ ഒരു ലൂപ്പാണ്. അതിൽ പെട്ടിട്ടുണ്ടെങ്കിൽ അത് പെട്ടത് തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നമ്മളൊക്കെ നാട്ടിൽ ഞാനൊക്കെ മൊബൈൽ ഷോപ്പിൻ്റെ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് നിന്ന ആളാണ്. പിന്നെ അന്നത്തെ സാഹചര്യം വെച്ച് കാണ്ടും പിന്നെ അന്നത്തെ കമ്പനി കൂടി നടന്നു കാണ്ടൊക്കെ അത് പഠിക്കാൻ പറ്റിയില്ല, മടിയും കാരണമൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വിഷമം കാര്യങ്ങളും ഒന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പം ഞാനൊരു 2 വർഷം മുമ്പ് ഞാൻ ജോലി എടുക്കുന്ന വീടിൻ്റെ അടുത്തുള്ളൊരു ബഗാലിക്കൊരു പയ്യൻ വന്നിക്കണം. അപ്പോൾ ഈ ബഗാലപ്പണി എന്നൊക്കെ പറഞ്ഞാൽ ഹൗസ് ടൂർ ജോലിനെക്കാട്ടി അടിമത്തം തോന്നുന്നത് എനിക്ക് ബഗാലപ്പണിയും ബൂഫിയ പണിയൊക്കെയാണ്. കാരണം അതൊരു പിന്നെ അവർക്കൊരു സമയം കാര്യങ്ങളാണ്. 6 മണി to 6 മണി വരെ, അല്ലെങ്കിൽ 12 to 12. അത് കഴിഞ്ഞാൽ റൂം കഴിഞ്ഞാൽ പിന്നെ സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ബൂഫിയ. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലിക്ക് ലീവിന് പോകുന്ന സമയത്താണ് ഒരു ഉണ്ടാവുക, ഒരു ഒഴിവുണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ വേറെ ജോലി കണ്ടുപിടിച്ചാനോ അല്ലെങ്കിൽ വേറെ ഇതാനോ ഉള്ളൊരു സമയം കാര്യങ്ങളും സൗകര്യങ്ങളൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് ഹൗസ് ടൂർമാർക്ക് അങ്ങനെയല്ല. അവർക്ക് പുറത്ത് പോകുമ്പോൾ ഒരുപാട് സമയങ്ങളൊക്കെ നമുക്ക് മറ്റുള്ളവരായിട്ട് സ്പെൻഡ് ചെയ്യാനും സംസാരിക്കാനുള്ള സമയം കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ആ ഒരു ലൂപ്പ് നിങ്ങളെ മക്കളെ പിന്നെ പറഞ്ഞേക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും ഒരു കോഴ്സ് പഠിപ്പിക്കുക. ഇപ്പം നാട്ടിലൊക്കെ ഒരുപാട് കോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം നമ്മളൊക്കെ അന്ന് പിന്നെ ഇപ്പോൾ ഈ ടൈലറിങ് അല്ലെങ്കിൽ വാച്ച് നന്നാക്കണൊക്കെ നമ്മൾ നാട്ടിൽ വാച്ച് നന്നാക്കുന്ന കോഴ്സ് നാട്ടിലുണ്ടോയെന്നറിയില്ല.
അതിന് പോകണം. നമ്മൾ ഇപ്പം നാട്ടിലൊരാൾ വാച്ച് നന്നാക്കുന്ന ഒരു കോഴ്സിന് പോകുമ്പോൾ നമ്മൾ വിചാരിച്ചു വാച്ചൊക്കെ നന്നാക്കാൻ ഇന്നത്തെ കാലം ആരെ വാച്ച് കിട്ടുക എന്നൊക്കെ വിചാരിക്കും. എന്നാലും ഈ സൗദി അറേബ്യയിൽ എനിക്ക് മനസ്സിലാക്കിയ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു 100% എന്ന് പറഞ്ഞ ആൾക്കാർ പിന്നെ വാച്ച് ഉപയോഗിക്കണമല്ലാണ് ഈ സൗദി ആൾ. അത് നല്ല ബ്രാൻഡഡ് വാച്ചുകളും കാര്യങ്ങളും. ഇനി ബ്രാൻഡഡ് അല്ലെങ്കിലും ഇവർ ഈ ബാറ്ററി കഴിഞ്ഞാൽ ബാറ്ററി മാറ്റാനും കാര്യങ്ങളൊക്കെ ഈ വാച്ച് ഷോപ്പിൽ പലയിടത്തും വാച്ചിൻ്റെ ചെറിയ ചെറിയ കടകളുണ്ട്. ഒരു ചെറിയ ഷോപ്പ് ഇട്ടാൽ മതി. ഒരു വാച്ചിൻ്റെ ബാറ്ററിക്ക് ഇവിടെ ഹോൾസെയിൽ റേറ്റ് വരുന്നത് 3 റിയാലൊക്കെയാണ്. ആ സാധനം മാറ്റി കൊടുത്താൽ ഒരു 5 മിനിറ്റത്തെ പരിപാടിയുള്ളൂ. മാറ്റി കൊടുത്താൽ 30 റിയാൽ 40 റിയാലൊക്കെ കിട്ടും. അപ്പോൾ ഈ വാച്ചിൻ്റെ പരിപാടി പോലും പഠിച്ചുകാണ്ട് ഒരു കഴുത്തോലായി പഠിച്ചുകാണ്ട് വരുന്നവർ അങ്ങനത്തെ രക്ഷപ്പെടും. അല്ലെങ്കിൽ ഈ അക്കൗണ്ടിങ് കാര്യങ്ങൾ അങ്ങനത്തെ ഒരുപാട് പല കഴുത്തൊഴിലും കാര്യങ്ങളുണ്ടല്ലോ. ഓരോരുത്തർക്ക് ഏതിലാണ് ഇൻട്രസ്റ്റ് എന്നുള്ളത് നോക്കിക്കാണ്ട് അതിൽ വരിക. അതിനൊരു 2-3 വർഷങ്ങൾ ചിലവഴിച്ചുകാണ്ട് വന്നാൽ ഇവിടെ വന്ന് പണിയെടുക്കുകയാണെങ്കിലും നാട്ടിലെടുക്കുകയാണെങ്കിലും ഒക്കെ രക്ഷപ്പെടും. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിസ കെട്ടിക്കാണ്ട് ഏതെങ്കിലും പേപ്പറിൽ വന്നുകാണ്ട് ഇവിടെ പണിയെടുത്തിട്ട് ഇവിടെ വേറെ ജോലി നോക്കാമെന്ന് വിചാരിച്ചാൽ അതിൽ രക്ഷപ്പെടൽ കുറവാണ്. 100-ൽ 1-2 ആൾക്കാർ രക്ഷപ്പെടുന്നല്ലാതെ ബാക്കിയുള്ളവരൊക്കെ ആ വന്ന പരിപാടിയിൽ കാലാവസാനം കഴിച്ചുകാണ്ട് കൂട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഏതെങ്കിലും ഒരു നല്ല കോഴ്സ് എടുത്തുകൊണ്ട് നിങ്ങൾ മക്കളെ ഇങ്ങോട്ട് പറഞ്ഞേപ്പിച്ചാൽ അതിന് വേണ്ടി 2-3 വർഷങ്ങൾ സ്പെൻഡ് ചെയ്തോളി, പൈസ ചിലവാക്കിക്കോളി. എന്നിട്ട് ആ പണി നാട്ടിലെടുക്കുക അല്ലെങ്കിൽ ഇവിടെ വന്നിക്കാണ്ട് എടുക്കുക. അല്ലാതെ ഇവിടെ ഏതെങ്കിലും ബഗാലിയിലോ ബോഫിയിലോ ഓസ്ട്രേലിയോ ആയിട്ട് വന്നിക്കാണ്ട് കാലം കഴിച്ചു വിട്ടത് ഒരു കാര്യം ഉണ്ടാവില്ല. നമ്മളെ അനുഭവങ്ങളോട് പറയണം. മറ്റുള്ളവരെ അനുഭവങ്ങളാണല്ലേ നമുക്കിത്. നമ്മൾ പറയുമ്പോൾ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇത്രയും ഞാൻ പറഞ്ഞാലും ചിലപ്പോൾ നിങ്ങൾ ഓൻ എന്തൊക്കെയാണ് പറയുന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ എടുത്തോളൂ. അങ്ങനെ ഒരു വിഷയം കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ കുറേ കാലം കഴിഞ്ഞാൽ മനസ്സിലാവും അത്. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കണേ. ഓക്കെ, അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.